ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ആഗോള നന്മയ്ക്കായി ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ പങ്കിടാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാനുഷികതയുടെ വിജയം കൂട്ടായ ശക്തിയിലാണെന്ന് ഐക്യരാഷ്ട്രസഭയിൽ പ്രധാനമന്ത്രി. ആഗോള ഭാവി സംബന്ധിച്ച ചർച്ചയിൽ മനുഷ്യ കേന്ദ്രീകൃത സമീപനമാണ് വേണ്ടതെന്ന് പ്രധാനമന്ത്രി. 5 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്ക് പുറപ്പെടും. ജമ്മുകശ്മീരിൽ രണ്ടാംഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പ് നാളെ. 5 ജില്ലകളിലെ 26 നിയമസഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. അടുത്ത വർഷത്തോടെ രാജ്യത്ത് 1 ലക്ഷം 4G മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. എംപോക്സിന്റെ പുതിയ വകഭേദമായ ക്ലെയ്ഡ് 1B രാജ്യത്ത് ആദ്യമായി മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധത്തിനും ഫലപ്രദമായ ചികിത്സയ്ക്കുമായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. വാർത്തകൾ വിശദമായി. ആഗോള നന്മയ്ക്കായി ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ പങ്കിടാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ പാലമായിരിക്കണം. അത് ഒരു തടസ്സമായി വരരുതെന്നും പ്രധാനമന്ത്രി ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഭാവിയുടെ ഉച്ചകോടി എന്ന പ്രമേയത്തിൽ സംസാരിക്കവെ പറഞ്ഞു. സുരക്ഷിതവും ഉത്തരവാദിത്തോടെയുമുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിന് സന്തുലിതാവസ്ഥ നിയന്ത്രണം വേണ്ടതുണ്ട്. പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും കോട്ടമില്ലാത്ത ആഗോള ഡിജിറ്റൽ ഭരണ നിർവഹണമാണ് ആവശ്യമെന്നും ശ്രീ മോദി പറഞ്ഞു. മാനുഷികതയുടെ വിജയം കൂട്ടായ ശക്തിയിലാണ്, യുദ്ധഭൂമിയിലല്ലെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. Success of humanity lies in our collective strength, not in the battlefield. और वैश्विक शांति एवं विकास के लिए ग्लोबल संस्थाओं में रिफॉर्म्स आवश्यक है. रिफॉर्म इज द की टू रिलेवेंस. अफ्रीकन यूनियन को नई दिल्ली समिट में G20 की स्थायी सदस्यता इसी दिशा में एक महत्वपूर्ण कदम था. ആഗോള സ്ഥാപനങ്ങളിൽ പരിഷ്കാരങ്ങൾ വേണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. G20 കൂട്ടായ്മയിൽ ആഫ്രിക്കൻ യൂണിയന് സ്ഥിര അംഗത്വം നൽകിയത് ഇത്തരത്തിലുള്ള പ്രധാന ചുവടുവയ്പ്പാണ്. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സുരക്ഷയ്ക്കും സമാധാനത്തിനും നേരെ ഉയരുന്ന വെല്ലുവിളികളും പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടി. ഭീകരത വലിയ വെല്ലുവിളിയായി തുടരവെ സൈബർ, സമുദ്ര, ബഹിരാകാശ രംഗങ്ങളും സംഘർഷത്തിന്റെ പുതിയ മേഖലകളായി ഉയർന്നുവരുന്നു. ഇവയ്ക്ക് പരിഹാരമായി ആഗോള താൽപര്യത്തിനനുസൃതമായി ആഗോള നടപടികൾ ഉണ്ടാവണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. वैश्विक शांति और सुरक्षा के लिए एक तरफ आतंकवाद जैसा बड़ा खतरा है, तो दूसरी तरफ साइबर, मैरीटाइम, स्पेस जैसे अनेक संघर्ष के नए नए मैदान भी बन रहे हैं. इन सभी विषयों पर मैं जोर देकर कहूंगा कि ग्लोबल एक्शन मस्ट मैच ग्लोबल एम्बिशन. ആഗോള ഭാവി സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ മനുഷ്യ കേന്ദ്രീകൃത സമീപനമാണ് വേണ്ടതെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. സുസ്ഥിര വികസനത്തിന് പ്രാധാന്യം നൽകുമ്പോൾ മനുഷ്യരുടെ ക്ഷേമം, ഭക്ഷണം, ആരോഗ്യ സുരക്ഷ എന്നിവയും ഉറപ്പാക്കണം. 250 ദശലക്ഷം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റിയ ഇന്ത്യ സുസ്ഥിര വികസനം സാധ്യമാണെന്ന് തെളിയിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഗ്ലോബൽ സൌത്തുമായി അനുഭവങ്ങൾ പങ്കിടാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തും. ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നടന്ന ഭാവി ഉച്ചകോടിയിൽ സംബന്ധിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റ് തോലമുമായി ന്യൂയോർക്കിൽ കൂടിക്കാഴ്ച നടത്തി. നേതൃപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തതിന് പ്രധാനമന്ത്രി തോലമിനെ അഭിനന്ദിച്ചു. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു. ഉഭയകക്ഷി സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള സാധ്യതകൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. യാഗി ചുഴലിക്കാറ്റ് ദുരന്ത നിവാരണത്തിന് ഇന്ത്യ നൽകിയ അടിയന്തര സഹായത്തിന് വിയറ്റ്നാം പ്രസിഡന്റ് ശ്രീ നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം വിജയകരമായിരുന്നുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂയോർക്കിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ സുപ്രധാനമാണ്. പ്രധാനമന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയെന്നും ശ്രീ വിക്രം മിശ്രി വെളിപ്പെടുത്തി. നേപ്പാൾ പ്രധാനമന്ത്രി ശർമ്മ ഒലി, കുവൈറ്റ് കിരീടാവകാശി, യുക്രൈൻ പ്രസിഡന്റ് വോളഡിമിർ സെലൻസ്കി, പലസ്തീൻ പ്രസിഡന്റ് എന്നിവരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതായും ഇത് ഫലപ്രദമായിരുന്നുവെന്നും ശ്രീ വിക്രം മിശ്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്ക് പുറപ്പെടും. സമർഖണ്ഡിൽ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ ഗവർണർമാരുടെ 9ാമത് വാർഷിക ബോർഡ് യോഗത്തിൽ മന്ത്രി നാളെ പങ്കെടുക്കും. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി നിക്ഷേപ കരാറിലും മന്ത്രി ഒപ്പുവയ്ക്കും. ഉസ്ബെക്കിസ്ഥാൻ, ചൈന, ഖത്തർ ധനമന്ത്രിമാരുമായി ശ്രീമതി നിർമ്മല സീതാരാമൻ ചർച്ച നടത്തും. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേയുമായും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് കരുതുന്നത്. സമർഖണ്ഡ് സർവകലാശാല, താഷ്കന്റിലെ ലാൽ ബഹദൂർ ശാസ്ത്രി സ്മാരകം എന്നിവിടങ്ങൾ സന്ദർശിക്കുന്ന മന്ത്രി ഉസ്ബെക്കിസ്ഥാനിലെ ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. ജമ്മുകശ്മീരിൽ നാളെ നടക്കാനിരിക്കുന്ന 2ാംഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 5 ജില്ലകളിലെ 26 നിയമസഭാ മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ്. ജമ്മു ഡിവിഷനിലെ റെയ്സി, രജൌരി, പൂഞ്ച് ജില്ലകളും കശ്മീർ താഴ്വരയിലെ ശ്രീനഗർ, ബുദ്ഗാം ജില്ലകളും നാളെ ജനവിധി തേടും. 239 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 25.78 ലക്ഷം വോട്ടർമാർ സമ്മതിദാന അവകാശം വിനിയോഗിക്കും. അടുത്ത മാസം 8-നാണ് വോട്ടെണ്ണൽ. ഈ മാസം 18-ന് നടന്ന 1ാംഘട്ട തിരഞ്ഞെടുപ്പിൽ 61% പോളിംഗ്. അവസാനത്തെയും 3ാമത്തെയും ഘട്ട തിരഞ്ഞെടുപ്പ് അടുത്ത മാസം 1-ന് നടക്കും. രാജ്യത്ത് അടുത്ത വർഷം പകുതിയോടെ 1 ലക്ഷം 4G മൊബൈൽ ടവറുകൾ സ്ഥാപിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. നിശ്ചയിച്ച ലക്ഷ്യത്തിൽ ഇതുവരെ 36,574 4G മൊബൈൽ ടവറുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 3ാം NDA സർക്കാരിന്റെ ആദ്യ 100 ദിവസങ്ങളിൽ തന്റെ മന്ത്രാലയത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശ്രീ സിന്ധ്യ. എംപോക്സിന്റെ പുതിയ വകഭേദമായ ക്ലെയ്ഡ് 1B രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു. UAEയിൽ നിന്ന് കഴിഞ്ഞയാഴ്ച കേരളത്തിലെത്തി മലപ്പുറത്ത് ചികിത്സയിലുള്ള യുവാവിൽ ഈ വകഭേദം കണ്ടെത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രോഗി നിരീക്ഷണത്തിലാണെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും മന്ത്രാലയം അറിയിച്ചു. അതേസമയം എംപോക്സ് ലക്ഷണങ്ങളോടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വാർഡിൽ നിരീക്ഷണത്തിലായിരുന്ന ആളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. സംസ്ഥാനത്ത് എംപോക്സ് സംബന്ധമായ പ്രതിരോധത്തിനും ഫലപ്രദമായ ചികിത്സയ്ക്കുമായി പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എയർപോർട്ടുകളിൽ ഉൾപ്പെടെ നിരീക്ഷണം ശക്തിപ്പെടുത്തി. നിലവിൽ 5 ലാബുകളിൽ പരിശോധനാ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. കോട്ടയം കുമരകം കൈപ്പുഴമുട്ടിൽ ഇന്നലെ രാത്രി കാർ വെള്ളത്തിൽ വീണുണ്ടായ അപകടത്തിൽ 2 മരണം. മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന കൊട്ടാരക്കര സ്വദേശിയും സുഹൃത്തുമാണ് മരിച്ചതെന്നാണ് വിവരം. ഇരുവരുടെയും മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റി. തുടർച്ചയായി 3ാം തവണയും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാർ 100 ദിനം പൂർത്തിയാക്കി. അടിസ്ഥാന സൌകര്യം, സാമൂഹ്യക്ഷേമം, കർഷകർ, മധ്യവർഗ്ഗക്കാർ, സ്ത്രീകൾ, യുവജനങ്ങൾ എന്നിവർക്കായി ഇതിനകം 15 ലക്ഷം കോടി രൂപയുടെ പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് പ്രത്യേകിച്ചും ഗ്രാമങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലുള്ള സ്ത്രീകൾക്കായി പദ്ധതികൾ നടപ്പാക്കി വരുന്നു. 2047ഓടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായ ഇന്നലെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ വിവിധ യോഗങ്ങളിലും ചർച്ചയിലും പങ്കെടുത്തു. പ്രമുഖ ഓസ്ട്രേലിയൻ ഇന്ത്യൻ സിഇഒമാരെ ഉൾപ്പെടുത്തി ബിസിനസ് കൌൺസിൽ ഓഫ് ഓസ്ട്രേലിയ സംഘടിപ്പിച്ച റൌണ്ട് ടേബിൾ യോഗത്തിൽ ശ്രീ ഗോയൽ പങ്കെടുത്തതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നൽകുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഓസ്ട്രേലിയൻ വ്യവസായ പ്രമുഖരെ കേന്ദ്രമന്ത്രി ക്ഷണിച്ചു. ഓസ്ട്രേലിയൻ പെൻഷൻ ഫണ്ടിൽ നിന്നുള്ള മുതിർന്ന പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം സിഡ്നി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമൂഹ പ്രതിനിധികളുമായി സംവദിച്ചു. നിയമനിർമ്മാണ സഭകളുടെ കാര്യക്ഷമതയും പ്രവർത്തനവും മെച്ചപ്പെടുത്തുന്നതിന് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഇന്നലെ ന്യൂഡൽഹിയിൽ ആരംഭിച്ച 10ാമത് കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷൻ ഇന്ത്യ മേഖലാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള നന്മയ്ക്കായി ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ പങ്കിടാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാനുഷികതയുടെ വിജയം കൂട്ടായ ശക്തിയിലാണെന്ന് ഐക്യരാഷ്ട്രസഭയിൽ പ്രധാനമന്ത്രി. ആഗോള ഭാവി സംബന്ധിച്ച ചർച്ചയിൽ മനുഷ്യ കേന്ദ്രീകൃത സമീപനമാണ് വേണ്ടതെന്ന് പ്രധാനമന്ത്രി. 5 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്ക് പുറപ്പെടും. ജമ്മുകശ്മീരിൽ 2ാം ഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പ് നാളെ. 5 ജില്ലകളിലെ 26 നിയമസഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്.
അടുത്ത വർഷത്തോടെ രാജ്യത്ത് 1 ലക്ഷം 4G മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. എംപോക്സിന്റെ പുതിയ വകഭേദമായ ക്ലെയ്ഡ് 1B രാജ്യത്ത് ആദ്യമായി മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധത്തിനും ഫലപ്രദമായ ചികിത്സയ്ക്കുമായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.